ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പിൽ കിച്ചടിയാണ്. ഒന്ന് പാവക്ക വെച്ച് കിച്ചടിയും ഒന്ന് വെണ്ടയ്ക്ക വെച്ച് കിച്ചടിയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതൊരു മീഡിയം സൈസിലുള്ള പാവയ്ക്കയാണ് എടുത്ത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക ഒരു 10-12 എടുത്തിട്ടുണ്ട്. അത് ചെറിയ റൗണ്ട് പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിലിട്ട് വറുത്ത് വയ്ക്കാം. അതിനുശേഷം പാവക്ക വറുത്ത് വയ്ക്കാം. ഫസ്റ്റ് ഇത് രണ്ടും നമുക്ക് ചെയ്യും. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് നമ്മളിത് ഫ്രൈ ചെയ്തിരുന്നു. ഇങ്ങനെ ഉണ്ടോ, ഒരു ഒച്ച വരുന്നുണ്ടോ? ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ വെണ്ടയ്ക്ക മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാവയ്ക്ക ഇടാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക വറുത്ത് കോരിക്കഴിഞ്ഞ് ഇനി നമുക്ക് പാവക്ക വറുത്തെടുക്കാം. കുറച്ച് ഇട്ട് നമുക്കിത് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാവക്ക കിച്ചടിക്കും വെണ്ടക്ക കിച്ചടിക്കും വേണ്ട അരപ്പിനുള്ള സാധനം നമുക്ക് എന്തൊക്കെയാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ലോണം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കിച്ചടിക്ക് എപ്പോഴും കുറച്ച് കടുക് ഇടണം. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസിലുള്ള പച്ചമുളക്. ഈ അരപ്പ് പാവയ്ക്കും വെണ്ടയ്ക്കും കിച്ചടി ചെയ്യാനുള്ള അരപ്പാണ്. ഒന്നിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പാവയ്ക്കും വെണ്ടയ്ക്കും വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈരാണ് വേണ്ടത്. തൈര് ഇവിടെ ഞാൻ കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തൈരും നമുക്ക് ആവശ്യമുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ പകുതി ഭാഗം എടുത്ത് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയുടെ കിച്ചടിയാണ്. അപ്പോൾ അതിനുള്ള അരപ്പൊന്ന് ജസ്റ്റ് ഈ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പെല്ലാം നല്ല പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. അതും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം ഇതിനകത്ത് തേങ്ങയുടെ അരപ്പുണ്ട്, വെണ്ടയ്ക്ക വറുത്തത് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര്. ഞാൻ ഈ കയ്യിലിന് ഒരു 2 കയ്യിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൗവ്, അതായത് ഗ്യാസ് സ്റ്റൗവ് കത്തിക്കരുത്. ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ആഡ് ചെയ്യാനായിട്ട്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള അരപ്പെടുത്ത് നമ്മൾ ചീനച്ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഇത് നമ്മുടെ പാവയ്ക്ക കിച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പാണ്. നല്ലോണം പച്ചമണം പോകുന്നവരെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യും. നമ്മുടെ അരപ്പെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാവക്ക ഇച്ചിരി കയ്പ്പായതുകൊണ്ട് നമ്മൾ ഇത്തിരി പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം, കുറച്ച്. ഇനി ഇത് കുറച്ചുകൂടെ നല്ലോണം വറ്റി വന്നതിന് ശേഷം നമുക്ക് തൈര് വയ്ക്കാം. നമ്മൾ ഈ അരപ്പിലേക്ക് പാവക്ക വറുത്ത് വെച്ചത് ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യാം.
ഇപ്പം നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ നമ്മൾ ഇട്ടേക്കുന്നത് അരപ്പ്, പാവയ്ക്കുള്ള അരപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് പഞ്ചസാര, വറുത്ത് വെച്ചിരിക്കുന്ന പാവക്ക, ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ അരപ്പെല്ലാം നമ്മുടെ പാവക്കയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്യണം. നല്ല കട്ടിയുള്ള തൈര് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാനൊരു 2.5 ഈ കയ്യിലിന് 2.5 കയ്യിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ അരപ്പെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാവയ്ക്കയും അതേമാതിരി കിച്ചടി അരപ്പെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടിനും കൂടെ ഒന്നിച്ച് ഒരു വറവിടാം. കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് വറുത്ത് ഇതിലേക്ക് രണ്ടിലും ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. രണ്ടിനും വേണ്ടിയുള്ള കടുകാണ് ഇട്ടേക്കുന്നത്. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉണക്കമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പാവക്ക കിച്ചടിയിലും വെണ്ടക്ക കിച്ചടിയിലും ആഡ് ചെയ്യാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്, ഉണക്കമുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പാവക്കയും വെണ്ടക്കയും കിച്ചടിയിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ കടുകെല്ലാം വറുത്ത് ഇതിലേക്ക് രണ്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാവക്ക കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാവക്ക കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. രണ്ടും പാവക്കായും വെണ്ടയ്ക്കയും വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ചേർക്കുക. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണം. വറുത്ത് കടുകും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് നമുക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഉപ്പും തൈരൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി. ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഈ 2 കിച്ചടി, പാവക്ക കിച്ചടിയും വെണ്ടക്ക കിച്ചടിയും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.